കൊല്ലത്തെ CPM CPI ഭിന്നതയിൽ കുഴഞ്ഞ കോർപ്പറേഷൻ ഭരണം. ഒരു വർഷമെങ്കിലും മേയർ സ്ഥാനം വിട്ടുകിട്ടണമെന്ന നിലപാടിലാണ് CPI. എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ മേയർ സ്ഥാനം വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് CPM. M. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ തമ്മിൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ഇത്ര കാലയളവിൽ CPM, അത് കഴിഞ്ഞ് CPIക്ക് ഇത്ര കാലയളവ് എന്ന്. പക്ഷേ ഇപ്പോൾ CPM ഈ ഒരു മേയർ സ്ഥാനം വിട്ടുകൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഒരു വർഷമെങ്കിലും തങ്ങൾക്ക് ഈ മേയർ സ്ഥാനം കിട്ടണം എന്ന ഒരു നിലപാടിൽ CPI കൂടി കടക്കുമ്പോൾ അവിടെയുള്ള കോർപ്പറേഷൻ ഭരണം ആകെ താറുമാറാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അല്ലേ? തീർച്ചയായും CPIക്ക് ഒരു വർഷമെങ്കിലും ഭരണം കിട്ടണമെന്നുള്ള ആവശ്യമാണ്. അതിൽ തന്നെയാണ് CPI ഉറച്ചു നിൽക്കുന്നത്. 4 വർഷം CPM-ഉം 1 വർഷം CPI-യും എന്നതായിരുന്നു മുന്നണിയിലെ ധാരണ. എന്നാൽ അത് പാലിക്കാൻ CPM തയ്യാറായില്ല എന്നാണ് ഉയർന്ന വിമർശനം. അതിൽ തന്നെ നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. നേരത്തെ തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പങ്കെടുത്ത നേതൃയോഗങ്ങളിലടക്കം വിമർശനമുയർന്നു. ഇതിൽ തന്നെ ഡിസംബർ പകുതിയോടുകൂടി നിലവിലെ മേയർ ഒഴിഞ്ഞ CPIക്ക് മേയർ സ്ഥാനം നൽകുമെന്നൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു തീരുമാനം. അതിൻ്റെ ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് പാലിക്കാൻ CPM തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ 55 സീറ്റിൽ 39 സീറ്റാണ് LDF-ന്, അതായത് CPM-നും CPI-ക്കും ചേർന്നുള്ളത്. അതിൽ 29 സീറ്റ് CPM-നും 10 സീറ്റ് CPI-ക്കുമാണുള്ളത്. ഇതിൽ തന്നെ CPM-ന് തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള സീറ്റുണ്ട് എന്നുള്ള ആ ഒരു കണക്കിലാണ് CPI-ക്ക് ഇതുവരെ മേയർ സ്ഥാനം നൽകാത്തത് എന്നുള്ളതാണ്. നിലവിൽ പ്രസന്ന ഏണസ്റ്റാണ് മേയറായിരിക്കുന്നത്. എന്നാൽ ഈ മേയർക്കെതിരെ തന്നെ വലിയ ആരോപണങ്ങൾ, അതായത് പല പദ്ധതികളും പൂർത്തിയാക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ കൗൺസിലർമാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കൗൺസിലർമാർക്കിടയിലും ഇത് വലിയ തരത്തിലൊരു വിഭാഗീയത, ഒരു ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം CPI-യുടെ 10 കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ CPM-ന്റെ കൗൺസിലർമാർ, ഇവരൊക്കെ തമ്മിൽ ഈ കാര്യം വലിയ വിമർശനത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. കാരണം കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മുന്നണിയിലെ ധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 വർഷം CPM 1 വർഷം CPI എന്നുള്ളത്. എന്നാൽ അത് ഈ വർഷം കടക്കുമ്പോഴേക്കും CPIക്ക് വിട്ടു നൽകിയില്ല എന്നുള്ളതാണ് ഉയരുന്ന പരാതി. എന്നാൽ ഇങ്ങനെ ഒരു ധാരണ ഇല്ലെന്നുള്ള പല വാദങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് തന്നെ വിട്ടു നൽകേണ്ടതില്ല എന്നുള്ള വാദമാണ് CPM-ന്റെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്നാൽ CPIക്ക് ഈ സീറ്റ് കിട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് മുന്നണിയിലെ ഇത്തരമൊരു ഭിന്നത അത് വലിയ തരത്തിലേക്ക് ഈ നേതാക്കൾ ഈ നേതൃയോഗങ്ങളിലടക്കം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രധാന കാര്യം, അതായത് CPM-ന് തമ്പ്രാൻ നിലപാടും അതോടൊപ്പം തന്നെ CPI അടിയാന്മാരാണോ എന്നുള്ള ഒരു വിമർശനമൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ CPM-ന് കീഴെ CPI എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്താൻ പറ്റില്ല. തങ്ങൾക്കും ഇത്തരത്തിലുള്ള, അതായത് ഇവിടെ ധാരണ പാലിക്കണമെന്നുള്ള കാര്യമാണ് CPI ആവശ്യപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും നിലവിലെ കോർപ്പറേഷൻ ഭരണം അത് ഇത്തരത്തിലുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും അതോടൊപ്പം ഇങ്ങനെയുള്ള ഈ ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷൻ ഭരണം കുഴയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. കൊല്ലം കോർപ്പറേഷനിൽ CPM CPI തർക്കം. ഒരു വർഷമെങ്കിലും ഞങ്ങൾക്ക് മേയർ സ്ഥാനം വേണമെന്ന് CPI ആവശ്യപ്പെടുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ എന്ന് CPM-ഉം പറയുന്നുണ്ട്. നിങ്ങൾ തർക്കിച്ചോളൂ. ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളെ നിരാകരിക്കുന്ന തരത്തിലാവരുത് നിങ്ങളുടെ തർക്കം എന്ന് മാത്രമേ ഉള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്.